നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട കിഴങ്ങ് കുക്കറിൽ വെച്ച് 2-3 വിസിലടിക്കണം. ഓക്കെ, അടിച്ചതിന് ശേഷം നമ്മൾ അത് മാറ്റി വെച്ചിട്ട് സവാള ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കുക. ചെറുതായിട്ട് പച്ചമുളക് അരിയുക, നല്ല ചെറുതായിട്ട്, ഏറ്റവും ചെറുതായിട്ട് വേണം അരിയുക. ഇത് തന്നെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കുന്നതാണ്. എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിയുക. അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ പുഴുങ്ങിയെടുത്ത കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ശകലം മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാവ് കുഴച്ചെടുക്കുന്ന പോലെ നല്ല വൃത്തിക്ക് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി കൊടുക്കണം. അപ്പോൾ മല്ലിയിലയും കൂടി ഇടണം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് എന്നിട്ട് ഇളക്കണം. നന്നായി ചൂടാക്കി എടുക്കണം. ഈ കിഴങ്ങും ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കണം. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് വേണം. നിങ്ങളാണ് നമ്മുടെ വിജയം. ഞങ്ങളൊക്കെ ചെറിയ ചാനലുകാരാണ്. അതിനുശേഷം ഗോതമ്പാവ് നമ്മളിങ്ങനെ നല്ല വെള്ളം കുറച്ച് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ലൂസാകാൻ പാടില്ല. ഈ ശകലം ലൂസായിപ്പോയി, പണി വാളിപ്പോയി. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ തേച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ശകലം ടൈറ്റ് വേണം കേട്ടോ. ഇച്ചിരി ലൂസായിപ്പോയി. എന്നിട്ട് ചപ്പാത്തിക്ക് ഒട്ടുന്ന പോലെ ഉരുട്ടിയെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളത് ചെറിയ ബോളുകളാക്കണം. ചെറുതല്ല, ഒരു മീഡിയം. ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല, വലുതാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ചെറിയതായതുകൊണ്ട് നമ്മൾ മീഡിയം ബോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മീഡിയം ബോളായിട്ട് ഇത് കണക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ചപ്പാത്തിക്ക് എടുത്ത് കണക്ക് തന്നെ. എന്നിട്ട് ഓരോ ഉരുള എടുത്തിട്ട് ഇത് കണക്ക് ഇങ്ങനെ കപ്പ് പോലെ, അതായത് എല്ലാ തേങ്ങ ചിരട്ടയൊക്കെ ഇരിക്കത്തില്ലേ, അത് കണക്ക് ഇങ്ങനെ കുഴിച്ചെടുക്കണം. ആ കുഴിച്ചെടുത്തതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല അങ്ങോട്ട് കൊളക്കട്ടയ്ക്കകത്തൊക്കെ നമ്മൾ തേങ്ങയും പഞ്ചാരം വെക്കുന്ന കണക്ക് ഇങ്ങനെ എടുത്തിട്ട്, കൊളക്കട്ടയുടെ അതേ മെത്തേഡ് തന്നെ ഇങ്ങനെ ആക്കി എടുക്കുക. ചുരുട്ടി പിടിച്ചെടുത്തിട്ട് അത് ഉരുട്ടുക. അത് കണക്ക് ഇങ്ങനെ കെട്ടി പോലെ വയ്ക്കുക. എന്നിട്ട് അങ്ങനെ ഓരോന്നും അതെടുത്ത് അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യണം. ശകലം ഗോതമ്പ് പൊടി മുക്കി വേണം അവിടെ വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ ചപ്പാത്തിയുടെ ഉരുട്ടുന്ന സാധനം കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ചപ്പാത്തി പരത്തണം. ഒരുപാട് പ്രസ് ചെയ്ത് പരത്തരുത് കേട്ടോ. കാരണം ഇതായിപ്പോവും. ആ മസാല എല്ലാം വെളിയിൽ. ഇപ്പോൾ നമ്മുടെ ലൂസായത് കാരണമാണ് മസാലയൊക്കെ വെളിയിൽ വന്നത്. അതിനുശേഷം നമ്മളിതെല്ലാം പരത്തിയിട്ട് ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചപ്പാത്തി ഇടുന്ന പോലെ ഇങ്ങനെ എണ്ണ ഒഴിച്ച് ഒരുപാട് എണ്ണ ആവരുത്, ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. ആലു പൊറോട്ട റെഡി.